നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 13, 2026 ചൊവ്വ. അങ്ങനെ ഇന്നലെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് കരകയറുവാൻ സാധിച്ചെങ്കിലും ഇന്ന് വീണ്ടും നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും നിഫ്റ്റിക്ക് വരികയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാത്രമല്ല ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു നിഫ്റ്റിയുടെ ഇന്നത്തെ ഡേ ഹൈയും. തൽഫലമായി 25,899 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ മാർക്കറ്റും ഹൈലി വോൾട്ടൈലുമായിരുന്നു. ഏകദേശം 300 പോയിന്റുകളുടെ റേഞ്ചുകൾക്ക് അടുത്തായിട്ട് ഇന്ന് നിഫ്റ്റിയിൽ വ്യാപാരവും നടക്കുകയുണ്ടായി. നിഫ്റ്റിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിരുന്ന 25,600 എന്ന ലെവലിന് തൊട്ടുമുകളിലായിട്ട് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് ഇന്ന് ചോർന്നു പോയ പോയിന്റുകളിൽ ഭൂരിഭാഗം തിരിച്ചുപിടിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 57 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,732 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 250 പോയിന്റുകളുടെ നഷ്ടവും ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 128 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. എങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 1444 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി. അതേസമയം 1427 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ട്രെൻഡ്, L&T, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ONGC, ടെക് മഹേന്ദ്ര, ഇറ്റേണൽ, ICICI ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുക. BSE മിഡ് ക്യാപ്പിന് 0.2% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് 0.5% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, മീഡിയ, PSU ബാങ്ക്, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ FMCG, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫാർമ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% ഇടിവും ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ആദ്യഘട്ടത്തിൽ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയ പോയിന്റുകൾ ഒരുവിധം തിരിച്ചുപിടിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 2 പൈസ നഷ്ടത്തോടുകൂടി 90.18 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മറ്റന്നാൾ ജനുവരി 15 ഈ മാസത്തെ 3ാമത്തെ ആഴ്ചയിലെ സെൻസെക്സിന്റെ എക്സ്പയർ നടക്കേണ്ടത്. എന്നാൽ മറ്റന്നാൾ മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ സെൻസെക്സിന്റെ 15-ാം തീയതിയിലുള്ള എക്സ്പയറി നാളെ ജനുവരി 14 മാറ്റിയിട്ടുണ്ട്. ഇന്നും നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഓട്ടോയ്ക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഏകദേശം 0.25% നഷ്ടം ഇന്നും നേരിടേണ്ടി വന്നു. കുവൈറ്റ് $8.7 ബില്യൺ ടെൻഡറുകൾ റദ്ദാക്കിയെന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് ഇന്ന് L&Tയുടെ ഓഹരി വിലയിൽ 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്നും അതിനൊരു ക്ലാരിഫിക്കേഷൻ വരികയുണ്ടായി. അതായത് കമ്പനിയുടെ ഓർഡർ ബുക്കിന്റെ ഭാഗമല്ല നിലവിൽ റദ്ദാക്കിയിട്ടുള്ള ഓർഡറുകൾ എന്നുള്ള സ്ഥിരീകരണം കമ്പനി നൽകുകയുമുണ്ടായി. ഇന്നും ഇന്ത്യ വിക്സിൽ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും തുടർന്നുണ്ടായ ഇടിവിന്റെ ഫലമായിട്ട് തുടർച്ചയായ അവസാന 2 ട്രേഡിംഗ് സെഷനുകളിൽ, അതായത് കഴിഞ്ഞ വെള്ളിയും ഇന്നലെ തിങ്കളാഴ്ചയും അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ വിക്സിൽ നിന്ന് 1.58% ഇടിവ് ക്ലോസിംഗ് ബേസിസിൽ രേഖപ്പെടുത്തുവാനുമായി. തൽഫലമായി 11.19 എന്ന ലെവലിൽ ക്ലോസിംഗും രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു തുടർച്ചയായി ഒരാഴ്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ത്യ-US ട്രേഡ് ഡീലിന് മുകളിലുള്ള പുതുപ്രതീക്ഷ ഉണർന്നതിനെ തുടർന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. കൂടാതെ ഇന്ന് രാവിലെ ഏകദേശം നിഫ്റ്റിയിലേക്ക് 100 പോയിന്റിന്റെ ഗ്യാപ്പും ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പല നിക്ഷേപകരും ഇത് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള നല്ല ഒരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ ഇന്ന് വലിയ രീതിയിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക തന്നെയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസത്തിൽ ആകെ ഒരു ട്രേഡിംഗ് സെഷൻ ഒഴികെ, അതായത് ജനുവരി 2-ാം തീയതി ഒഴികെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച തുടർച്ചയായും ഈ ആഴ്ച ഇന്നലെയും അവർ സെല്ലിംഗ്
തുടരുക മാത്രമല്ല ദിനംപ്രതി സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയുമാണ് കാണുവാനായിട്ട് സാധിക്കുന്നതും. ഈ മാസം ഇന്നലെ വരെ 8 ട്രേഡിംഗ് സെഷന് കൊണ്ട് 15,425.22 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള സെല്ലിംഗും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാൻ മറ്റൊരു കാരണമായി തന്നെ മാറി. ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 2 പൈസയുടെ നഷ്ടം മാത്രമേ രേഖപ്പെടുത്തിയുള്ളെങ്കിൽ കൂടിയിട്ടും ഇന്നത്തെ വ്യാപാര സമയത്തിന്റെ പല ഘട്ടങ്ങളിലും 5 പൈസയ്ക്ക് മുകളിൽ നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇന്ന് പല ഘട്ടങ്ങളിലും അനുഭവപ്പെട്ട വീക്ക്നെസ്സും നമ്മുടെ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ഇന്ന് ബാധിച്ചു. ഇന്നലെ ഇന്ത്യയിലുള്ള അമേരിക്കൻ സ്ഥാനപതിയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ പുതിയ പ്രതീക്ഷകൾ ഉയർത്തിയെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വരികയുണ്ടായി. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ, അതായത് ഇറാനുമായിട്ട് ഏത് തരത്തിലുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കും 25% അഡീഷണൽ താരിഫ് വീണ്ടും ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് വരികയുണ്ടായത്. ഇതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായത്. ഇന്ത്യ ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിലിന്റെ വലിയ ഒരു ഉപഭോക്താവ് മാത്രമല്ല, ഇന്ത്യ ഇറാനിലേക്ക് ഫ്രഷ് ഫ്രൂട്ട്സിന്റെയും ടീ ഉൽപ്പന്നങ്ങളുടെയും തുടങ്ങി വലിയ കയറ്റുമതിയും ഇറാനിലേക്ക് നടത്തുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള വ്യാപാര ബന്ധം ഏകദേശം 10-75 വർഷമായിട്ട് ദൃഢമായിട്ട് തന്നെ തുടരുന്നുമുണ്ട്. കൂടാതെ ഇറാനുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്കാണ് ട്രേഡ് സർപ്ലസും നിലനിൽക്കുന്നത്. മാത്രമല്ല $2 ബില്യൺ മുകളിൽ വ്യാപാരം ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു വർഷം നടത്തിക്കൊണ്ടുമിരിക്കുന്നു. ആയതിനാൽ തന്നെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പുതിയ താരിഫ് ഭീഷണിയും പുതിയ ഒരു കാർമേഘം ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിക്കുവാൻ കാരണമാവുകയുമുണ്ടായി. ഇന്ന് ഈ മാസത്തെ നിഫ്റ്റിയുടെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്നതിനാലോ റോൾ ഓവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഹൈ വോൾട്ടാലിറ്റിയും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം TCSന്റെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇന്ത്യൻ IT സെക്ടറിൽ നിന്നും ഏറ്റവും ആദ്യത്തെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച പ്രധാന കമ്പനിയുമായിരുന്നു TCS. മാത്രമല്ല TCS ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ജയന്റ് സ്റ്റോക്ക് ആയതിനാൽ തന്നെ ക്വാർട്ടർ 3 ഏർണിംഗ്സിന്റെ ഔട്ട്കം ഇന്ത്യൻ മാർക്കറ്റിന്റെ ശോഭയെയും മങ്ങലേൽപ്പിക്കുകയുമുണ്ടായി. ഇതിനു പുറമെ ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.5%ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25%ലേറെയും ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ മാർക്കറ്റിനെയും ഇന്ന് മോശമായി തന്നെ ബാധിച്ചു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 18 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-നടുത്തും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തിലാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യ, തായ്ലാന്റ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില $64.82 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $60.49 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേരുകയുണ്ടായി. ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4585.38 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ICICI പ്രൂഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ക്വാർട്ടർ 3 റിസൾട്ടില് ഇയർ ഓൺ ഇയർ ബേസിസില് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 20% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. പുറവൻകര, ബംഗളൂരുവിൽ റെസിഡൻഷ്യൽ പ്രൊജക്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് 311.2 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. വാടെക് വവാക് ഭിന്ന റിഫൈനറിയിൽ ജലശുദ്ധീകരണത്തിനായി BPCLന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഫണ്ട് സമാഹരിക്കുന്നതിനായിട്ടുള്ള പ്രമേയം പാസാക്കുന്നത് ബാങ്കിന്റെ പരിഗണനയിലാണെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നവകാർ കോർപ്പറേഷൻ ക്വാർട്ടർ 3 റിസൾട്ടില് ഇയർ ഓൺ ഇയർ ബേസിസില് നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 11.4 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഇത്തവണ 9.4 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ക്വാർട്ടർ 3 റിസൾട്ട് ഡിക്ലെയർ ചെയ്യുവാനായി 20 ജനുവരിക്ക് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്
ക്വാർട്ടർ 3 റിസൾട്ടുകൾ ഡിക്ലെയർ ചെയ്യുവാനായിട്ട് ജനുവരി 16 ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.